തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് തട്ടിപ്പ് കേസിലെ പ്രതി ചാടിപ്പോയി. കൊല്ലം ഈസ്റ്റ് പോലീസ് കൊണ്ടുവന്ന രാജീവ് ഫെർണാണ്ടസ് ആണ് കടന്നുകളഞ്ഞത്. ED ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് പണം തട്ടിയ കേസിലെ പ്രതിയാണ് ഇയാൾ. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, ഇതിപ്പോൾ പ്രതി ചാടിപ്പോയ വാർത്തയാണ് വീണ്ടും വരുന്നത്. മെഡിക്കൽ ചെക്കപ്പിനായി കൊണ്ടുവന്നതായിരുന്നോ? കൃത്യമായ സംരക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ലേ? അമൃത, തട്ടിപ്പ് കേസിലെ പ്രതിയായാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇന്നലെ രാത്രിയോടുകൂടി പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ആശുപത്രിയിൽ നിന്ന് കടന്നു കളഞ്ഞത്. കൊല്ലം ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത കൊട്ടിയം സ്വദേശിയായിട്ടുള്ള രാജീവ് ഫെർണാണ്ടസ് ഇന്നലെ കൊല്ലം പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. ഈ നെഞ്ചുവേദന അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാജീവ് ഫെർണാണ്ടസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. കാർഡിയാക് വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് അവിടെ ചികിത്സ തേടുന്നതിനിടയിലേക്കാണ് ഇയാൾ അവിടെ ഉണ്ടായിരുന്ന ജനൽ പാളി വഴി പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടത്. അത് പോലീസിന്റെ വീഴ്ചയാണ്. കാരണം ഇയാൾക്ക് നെഞ്ചുവേദന ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ പിന്നീട് പോലീസ് അവിടെ എന്തുകൊണ്ട് ഇയാളെ വേണ്ടത്ര രീതിയിൽ സൂക്ഷിച്ചില്ല, അയാൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതൊക്കെ ചോദ്യമായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട്. എന്തായാലും ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന സമയത്താണ് ഇയാൾ പോലീസിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഒരു ജനൽപ്പാളി വഴി പുറത്തേക്ക് പോയത്. ഇയാൾ കൊട്ടിയത്തും കഴക്കൂട്ടത്തും അങ്ങനെ കേരളത്തിന് പുറത്തുമൊക്കെ ആയിട്ട് ED ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് കുറേയധികം ആളുകളിൽ നിന്ന് പണം തട്ടിയ കേസിലെ പ്രതിയാണ് രാജീവ് ഫെർണാണ്ടസ്. കൊട്ടിയം സ്വദേശിയാണ്. ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ ED ഉദ്യോഗസ്ഥൻ ചമഞ്ഞുകൊണ്ട് ഇവരിൽ നിന്ന് സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളിൽ നിന്നും ഇയാൾ പണം തട്ടിയിട്ടുണ്ട്. നമുക്ക് അയാളുടെ ചിത്രമടക്കം കാണാം. ഇൻസൈഡൊക്കെ ചെയ്ത ഒരു ടിപ് ടോപ്പ് വേഷത്തിലൊക്കെയാണ് അയാൾ ഇങ്ങനെ തട്ടിയത്. താൻ ഒരു ED ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞ് ആളുകളെയൊക്കെ പോയി സമീപിച്ചുകൊണ്ട് ഇങ്ങനെ പണം തട്ടിയത്. അയാളെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അതിനിടയിൽ നെഞ്ചുവേദന അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വന്നത്. മെഡിക്കൽ കോളേജിൽ നിന്ന് എങ്ങനെ ഇങ്ങനെ ഒരു പ്രതി രക്ഷപ്പെട്ടു എന്നുള്ളത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം മെഡിക്കൽ കോളേജ് പോലെ ഒരുപാട് ആളുകളുള്ളൊരു സ്ഥലമാണ്, എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് കാർഡിയോളജി വിഭാഗം എന്നൊക്കെ പറയുന്നത് അതീവ സുരക്ഷാ മേഖലയൊക്കെയാണ്. അപ്പോൾ അവിടുന്ന് എങ്ങനെ ജനൽപ്പാളി വഴി ഇയാൾ രക്ഷപ്പെട്ടു എന്നുള്ളത് പോലീസിന്റെ വീഴ്ചയായിട്ട് കാണേണ്ടി വരും. മതിയായ സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ളതൊക്കെയാണ് ചോദ്യം. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ പ്രതിയെ പിടികൂടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് നിലവിൽ അന്വേഷണ സംഘം ഉള്ളത്.